നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ വിസ നവീകരണം അടുത്ത മാസം പൂർണ്ണ പ്രാബല്യത്തിൽ വരികയാണ്. രാജ്യത്ത് താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമായ പ്രവാസികൾക്കും സന്ദർശകർക്കും പുതിയ സംവിധാനം വലിയ രീതിയിൽ പ്രയോജനപ്പെട്ടേക്കും. UAE-യിൽ ദീർഘകാലം ജോലി ചെയ്യാനും താമസിക്കാനും ആഗ്രഹിക്കുന്ന വിദേശികൾക്കും വലിയ ആസ്തിയുള്ള വ്യക്തികൾക്കും പുതിയ പരിഷ്കാരങ്ങൾ എമിറേറ്റ്സിനെ കൂടുതൽ നിക്ഷേപ സൗഹൃദ രാജ്യമാക്കി മാറ്റുകയും ചെയ്യും. ഗോൾഡൻ വിസയുടെ വിപുലീകരണം, 5 വർഷത്തെ ഗ്രീൻ റെസിഡൻസി, മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ, തൊഴിലന്വേഷക എൻട്രി പെർമിറ്റുകൾ എന്നിവ ഇവയിൽ ഉൾപ്പെടും. UAE ചരിത്രത്തിലെ ഏറ്റവും വലിയ എൻട്രി റെസിഡൻസി പരിഷ്കാരമാണിത്. UAE-യിൽ താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമായ പ്രവാസികൾക്കും സന്ദർശകർക്കും പുതിയ സംവിധാനം കാര്യമായ പ്രയോജനം ചെയ്യും. ഏപ്രിൽ പകുതിയോടെ കൈക്കൊണ്ട UAE ക്യാബിനറ്റ് തീരുമാനമാണ് അടുത്ത മാസം പ്രാബല്യത്തിലാകുന്നത്. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 90 ദിവസത്തിന് ശേഷം പ്രവേശന താമസ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഈ പുതിയ എക്സിക്യൂട്ടീവ് നിയന്ത്രണങ്ങളെല്ലാം പ്രാബല്യത്തിൽ വരുമെന്ന് അന്ന് അറിയിച്ചിരുന്നു. ചിലത് ഇതിനകം പ്രാബല്യത്തിൽ വന്നു. 5 വർഷത്തെ മൾട്ടി എൻട്രി ടൂറിസ്റ്റ് വിസയാണ് പരിഷ്കരണത്തിൽ പ്രധാനം. ഈ വിസയ്ക്ക് ഒരു സ്പോൺസർ ആവശ്യമില്ല. കൂടാതെ 90 ദിവസം വരെ UAE-യിൽ താമസിക്കാൻ വ്യക്തിയെ അനുവദിക്കുന്നു. ഇത് 90 ദിവസത്തേക്ക് കൂടി നീട്ടാം. ഈ ടൂറിസ്റ്റ് വിസയിൽ ഒരാൾക്ക് പരമാവധി 180 ദിവസം താമസിക്കാം. അപേക്ഷിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ $4000, അതായത് 14,700 ദിർഹം അല്ലെങ്കിൽ തത്തുല്യ വിദേശ കറൻസിയിൽ ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കണം. ഏപ്രിലിൽ പ്രഖ്യാപിച്ച വിസകളുടെ ലിസ്റ്റ് നോക്കാം. ബിസിനസ് വിസ. നിക്ഷേപകർക്കും സംരംഭകർക്കും ഒരു സ്പോൺസറോ ആതിഥേയനോ ആവശ്യമില്ല. ബന്ധുക്കളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ സന്ദർശിക്കാനുള്ള വിസ. UAE പൗരന്റെയോ താമസക്കാരന്റെയോ ബന്ധുവോ സുഹൃത്തോ ആണെങ്കിൽ ഈ വിസയ്ക്ക് അപേക്ഷിക്കാം. താൽക്കാലിക തൊഴിൽ വിസ. പ്രൊബേഷൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ പദ്ധതി അധിഷ്ഠിത ജോലി പോലെയുള്ള താൽക്കാലിക തൊഴിൽ നിയമനമുള്ളവർക്ക് ഈ വിസയ്ക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ ഒരു താൽക്കാലിക തൊഴിൽ കരാറോ തൊഴിലുടമയിൽ നിന്നുള്ള ഒരു കത്തോ ഹാജരാക്കണം. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടതുണ്ട്. പഠനം അല്ലെങ്കിൽ പരിശീലനത്തിനുള്ള വിസ. പരിശീലനം, പഠന കോഴ്സുകൾ, ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ എന്നിവയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയോ വിദ്യാർത്ഥികളെയോ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ വിസ. പൊതു സ്വകാര്യ മേഖലയിലെ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് ഈ വിസ സ്പോൺസർ ചെയ്യാവുന്നതാണ്. പഠനത്തിന്റെയോ പരിശീലനത്തിന്റെയോ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെയോ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു കത്ത് ഇതിന് ആവശ്യമാണ്. കുടുംബ വിസ. മുമ്പ് മാതാപിതാക്കൾക്ക് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മാത്രമേ സ്പോൺസർ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. ഇപ്പോൾ 25 വയസ്സ് വരെയുള്ള ആൺകുട്ടികളെ സ്പോൺസർ ചെയ്യാം. വികലാംഗരായ കുട്ടികൾക്കും പ്രത്യേക പെർമിറ്റ് കിട്ടും. അവിവാഹിതരായ പെൺമക്കളെ അനിശ്ചിതകാലത്തേക്ക് സ്പോൺസർ ചെയ്യാം. തൊഴിൽ വിസ. തൊഴിൽ അന്വേഷകർക്ക് UAE-യിലെ അവസരങ്ങൾ അടുത്തറിയാൻ ഈ പുതിയ വിസ പ്രയോജനപ്പെടുത്താം. ഇതിനൊരു സ്പോൺസറോ ഹോസ്റ്റോ ആവശ്യമില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച 500 സർവകലാശാലകളിൽ നിന്നുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഹോൾഡർമാർക്കോ അതിന് തുല്യമായ പുതിയ ബിരുദധാരികൾക്കോ 1ാമത്തേതോ 2ാമത്തേതോ 3ാമത്തേതോ നൈപുണ്യ തലങ്ങളിൽ തരംതിരിച്ചിട്ടുള്ളവർക്കും ഇത് അനുവദിക്കും. ഗ്രീൻ വിസ. ഈ 5 വർഷത്തെ വിസ ഉടമകൾക്ക് സ്പോൺസറോ തൊഴിലുടമയോ ഇല്ലാതെ കുടുംബത്തെ കൊണ്ടുവരാം. വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ, സ്വയം തൊഴിൽ ദാതാക്കൾ, ഫ്രീലാൻസർമാർ തുടങ്ങിയവർക്കായി ഈ വിസ ലഭ്യമാണ്. മറ്റ് ആവശ്യകതകളിൽ ഒരു ബാച്ചിലേഴ്സ് ബിരുദം ഉണ്ടായിരിക്കണം. കുറഞ്ഞ ശമ്പളം 15,000 ദിർഹവും ഉൾപ്പെടുന്നു. ഗോൾഡൻ വിസകൾ. ദീർഘകാല അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ മികച്ച ജീവിത നിലവാരം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി പ്രൊഫഷണൽ വിഭാഗങ്ങൾക്കും നിക്ഷേപകർക്കുമുള്ളതാണ് UAE ഗോൾഡൻ വിസ. റിയൽ എസ്റ്റേറ്റ് വിസകൾ. വിസയ്ക്ക് യോഗ്യത നേടുന്നതിന് റിയൽ എസ്റ്റേറ്റിൽ കുറഞ്ഞത് 20 ലക്ഷം ദിർഹം നിക്ഷേപം ആവശ്യമാണ്. മോർട്ട്ഗേജ് ഓഫ് പ്ലാന്റ് പ്രോപ്പർട്ടികൾ എന്നിവയിൽ വാങ്ങുന്ന നിക്ഷേപകർക്ക് അനുവദനീയമാണ്. പുതു സംരംഭകർക്ക് ഇപ്പോൾ 3 വിഭാഗങ്ങൾക്ക് കീഴിൽ ഗോൾഡൻ വിസ ലഭിക്കും. സ്റ്റാർട്ടപ്പ്. രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ 2 SMA-യുടെ കീഴിലുള്ളവ. 3 വാർഷിക വരുമാനം 10 ലക്ഷം ദിർഹമോ അതിൽ കൂടുതലോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ശാസ്ത്രജ്ഞർ. എമിറേറ്റ്സ് സയൻസ് കൗൺസിലിൽ നിന്നുള്ള ശുപാർശ. ലൈഫ് സയൻസ്, നാച്ചുറൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഉന്നത സർവകലാശാലയിൽ നിന്നുള്ള PhD അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ഉള്ളവരെയാണ് കണക്കാക്കുന്നത്. അസാധാരണ പ്രതിഭ. കല, സംസ്കാരം, ഡിജിറ്റൽ ടെക്നോളജി, സ്പോർട്സ്, ഇന്നൊവേഷൻ, ആരോഗ്യം, നിയമം എന്നീ മേഖലകളിൽ അസാധാരണ കഴിവുള്ളവർക്ക് ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാം. അവർക്ക് ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനത്തിൽ നിന്നുള്ള ശുപാർശക്കത്ത് അല്ലെങ്കിൽ അംഗീകാരം ആവശ്യമാണ്. വിദഗ്ധ തൊഴിലാളികളാണെങ്കിലും അപേക്ഷകന് ഒരു ബാച്ചിലേഴ്സ് ബിരുദം ഉണ്ടായിരിക്കണം. വിദ്യാർത്ഥികളാണെങ്കിൽ പ്രതിഭ തെളിയിച്ചിരിക്കണം.